ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 78.27% പോളിംഗ്. ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് കോഴിക്കോട് ജില്ലയിലും കുറവ് പത്തനംതിട്ടയിലും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അസമിലും പുതുച്ചേരിയിലും മികച്ച പോളിംഗ്. പുതുച്ചേരിയിൽ 89.87%, അസമിൽ 85.91% പേർ വോട്ട് രേഖപ്പെടുത്തി. ഇന്ത്യ മൌറീഷ്യസ് പങ്കാളിത്തത്തിൽ മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വെടിനിർത്തൽ സംബന്ധിച്ച് ലബനനുമായി നേരിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കാൻ മന്ത്രിസഭയ്ക്ക് നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. സുസ്ഥിര ആരോഗ്യത്തിന് ഹോമിയോപ്പതി എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോക ഹോമിയോപ്പതി ദിനം. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 78.27% പോളിംഗ് രേഖപ്പെടുത്തി. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ ജനവിധി തേടിയത്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നുവെന്നും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയത് കോഴിക്കോട് ജില്ലയിലാണ്. 81.36%. തൊട്ടുപിന്നിൽ 80.56%വുമായി പാലക്കാടുമുണ്ട്. 70.76% പോളിംഗ് രേഖപ്പെടുത്തിയ പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് ശതമാനം. തിരുവനന്തപുരം 77.04%, കൊല്ലത്ത് 76.29%, ആലപ്പുഴയിൽ 77.39% പോളിംഗ് രേഖപ്പെടുത്തി. കോട്ടയത്ത് 74.77%, ഇടുക്കിയിൽ 77.15%, എറണാകുളത്ത് 79.89% വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. തൃശൂരിൽ 77.11%, മലപ്പുറത്ത് 79.82%, വയനാട് 78.81% ആണ് പോളിംഗ് ശതമാനം. കണ്ണൂരിൽ 78.60%, കാസർഗോഡ് 79.11% പേർ വോട്ട് രേഖപ്പെടുത്തി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 76 വോട്ടിംഗ് ശതമാനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിനു പുറമെ അസമിലും പുതുച്ചേരിയിലും ഇന്നലെ വോട്ടെടുപ്പ് നടന്നു. 30 നിയമസഭാ മണ്ഡലങ്ങളുള്ള പുതുച്ചേരിയിൽ ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 89.87% പേർ വോട്ട് ചെയ്തു. അസമിൽ പോളിംഗ് 85.91%. അസമിലെ 126 സീറ്റുകളിലേക്ക് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത്. കേരളം ഉൾപ്പെടെ വോട്ടെടുപ്പ് നടന്ന എല്ലായിടത്തും അടുത്ത മാസം 4-നാണ് വോട്ടെണ്ണൽ. അതേസമയം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ SS സന്ധു, വിവേക് ജോഷി എന്നിവർ തത്സമയ വെബ്കാസ്റ്റിംഗ് വഴി പോളിംഗ് പ്രക്രിയകൾ നിരീക്ഷിച്ചു. കർണാടക, നാഗാലാന്റ്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇന്നലെ നടന്നു. കർണാടകയിലെ ബഗൽകോട്ട്, ദാവൺഗരെ, സൌത്ത് മണ്ഡലങ്ങളിലും നാഗാലാന്റിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നീ മണ്ഡലങ്ങളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ മാസം 23-ന് വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. പശ്ചിമബംഗാളിൽ 1ാംഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനവും 2ാംഘട്ട തെരഞ്ഞെടുപ്പിനായി പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനവും ഇന്നലെയായിരുന്നു. ഈ മാസം 23, 29 തീയതികളിലാണ് പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ്. വിരലിൽ മുറിവുമായി എത്തിയ തൃശൂർ കണ്ണംകുളങ്ങര സ്വദേശിനി അക്ഷരയ്ക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. സമൂഹമാധ്യമത്തിലൂടെയാണ് ശ്രീ ഖേൽക്കർ അക്ഷരയെ അഭിനന്ദിച്ച് സന്തോഷം പങ്കുവച്ചത്. അക്ഷരയുടെ ഇടത്തെ കൈയിലെ ചൂണ്ടുവിരലിൽ മുറിവുള്ളതിനാൽ മഷി പതിപ്പിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ തടസ്സമുന്നയിച്ചത്. പിന്നീട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിന്റെ രേഖാമൂലമുള്ള ഉത്തരവിലൂടെയാണ് അക്ഷര വോട്ട് രേഖപ്പെടുത്തിയത്. ദേശീയ പട്ടികവർഗ ധനകാര്യ വികസന കോർപ്പറേഷന്റെ 25ാമത് സ്ഥാപക ദിനം ഇന്ന് ന്യൂഡൽഹിയിൽ ആഘോഷിക്കും. കേന്ദ്രമന്ത്രി ജുവൽ ഓറം, സഹമന്ത്രി ദുർഗാദാസ് ഉയിക്കെ എന്നിവർ പങ്കെടുക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പട്ടികവർഗ സംരംഭകരെ അനുമോദിക്കും. അംബേദ്കർ ജയന്തി പ്രമാണിച്ച് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഈ മാസം 14-ന് അവധി. ഇതു സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ത്യയും മൌറീഷ്യസും തമ്മിലുള്ള പങ്കാളിത്തത്തിൽ മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പോർട്ട് ലൂയിസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ രാംഗോലുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദ്ര സഹകരണം, വികസന പങ്കാളിത്തം, ആരോഗ്യം, വിദ്യാഭ്യാസം, ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയുൾപ്പെടെ ചർച്ചയിൽ ഉൾപ്പെട്ടതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. 9ാമത് ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസിൽ പങ്കെടുക്കാനാണ് ശ്രീ ജയശങ്കർ കഴിഞ്ഞ ദിവസം മൌറീഷ്യസിലെത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് മരുന്നുകളുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സത്യപ്രകാശ് ടി.എൽ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോള വിതരണ ശൃംഖലകളിൽ തടസ്സം നേരിട്ടെങ്കിലും രാജ്യത്ത് മരുന്നുകളുടെ വിലയിൽ വലിയ വർധന ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. LPG വഹിച്ചുകൊണ്ടുള്ള ഗ്രീൻ ആശ എന്ന ഇന്ത്യൻ കപ്പൽ സുരക്ഷിതമായി നവി മുംബൈയിലെത്തിയതായി തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി മുകേഷ് മംഗൾ അറിയിച്ചു. Ministry of Port, Shipping and Waterways, in coordination with Ministry of External Affairs, Cargo Ministries and Indian missions, is actively monitoring the situation. No incident involving Indian flagged vessels or Indian seafarers has been reported in the past 24 hours. The Indian flagged vessel filled with LPG, Green Asha, that crossed the Strait of Hormuz on 5th of April 2026 has safely reached JNPA. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ 3 ദിവസത്തെ US സന്ദർശനം പുരോഗമിക്കുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രധാന മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. വ്യാപാരം, നിർണായക ധാതുക്കൾ, പ്രതിരോധ സഹകരണം, ക്വാഡ് ചട്ടക്കൂട് എന്നിവയിലെ ഇന്ത്യ-US പങ്കാളിത്തവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഇന്ത്യ-US ഉഭയകക്ഷി ബന്ധങ്ങൾ സംബന്ധിച്ച് വിക്രം മിശ്രി വാഷിംഗ്ടൺ DC-യിലെ നയതന്ത്ര സമൂഹവുമായും സംഭാഷണം നടത്തി. ലബനനുമായി നേരിട്ടുള്ള ചർച്ചകൾ എത്രയും വേഗം ആരംഭിക്കാൻ മന്ത്രിസഭയ്ക്ക് നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. നിലവിൽ ലബനനിൽ വെടിനിർത്തൽ ഇല്ലെന്നും നെതന്യാഹു പറഞ്ഞു. വടക്കൻ ഇസ്രായേലിൽ സുരക്ഷ പുനഃസ്ഥാപിക്കുന്നതുവരെ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇസ്രായേൽ ആക്രമണങ്ങളിൽ മരണം 303 ആയതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനുമായുള്ള നിലവിലെ വെടിനിർത്തൽ സംബന്ധിച്ച് ആശങ്കകളുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സംബന്ധിച്ച നിബന്ധനകൾ ഇറാൻ പാലിക്കുന്നില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ടാങ്കറുകൾക്ക് ടെഹ്റാൻ പ്രതിഫലം ഈടാക്കുന്നതിനെതിരെയും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഓർത്തഡോക്സ് ഈസ്റ്റർ പ്രമാണിച്ച് 32 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ശനിയാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന രീതിയിൽ വെടിനിർത്തൽ പാലിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി. അവധിക്കാലം പ്രമാണിച്ച് യുദ്ധത്തിൽ താൽക്കാലിക വിരാമം വേണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഇന്ന് ലോക ഹോമിയോപ്പതി ദിനം. ഹോമിയോപ്പതിയുടെ പിതാവായ ഡോക്ടർ സാമുവേൽ ഹാനിമാന്റെ ജന്മദിനമായ ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നത്. സുസ്ഥിര ആരോഗ്യത്തിന് ഹോമിയോപ്പതി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹോമിയോപ്പതി ഡോക്ടർമാരും സ്ഥാപനങ്ങളുമുള്ള രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. മേടം വിഷു പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. വിഷുദിനത്തിൽ പുലർച്ചെ 4 നട തുറന്ന വിഷുക്കണി ദർശനവും വിഷുക്കൈനീട്ടവും നടക്കും. ഈ മാസം 15 വിഷുപൂജകൾ നടക്കുക. തീർത്ഥാടകർക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 3 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കൊൽക്കത്ത ഉയർത്തിയ 182 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ലക്നൌ അവസാന പന്തിൽ 3 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യത്തിലെത്തി. ഇന്ന് രാത്രി 7:30 ഗുവാഹത്തിയിലെ ACA സ്റ്റേഡിയത്തിൽ രാജസ്ഥാൻ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന ജംഷഡ്പൂർ FC മുംബൈ സിറ്റി മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമും ഓരോ ഗോൾ വീതം അടിച്ചു. ഇന്ന് രാത്രി 7:30 കളിയിൽ ഗോവ ഒഡീഷയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 78.27% പോളിംഗ്. ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് കോഴിക്കോട് ജില്ലയിലും കുറവ് പത്തനംതിട്ടയിലും. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന അസമിലും പുതുച്ചേരിയിലും മികച്ച പോളിംഗ്. പുതുച്ചേരിയിൽ 89.87%, അസമിൽ 85.91% പേർ വോട്ട് രേഖപ്പെടുത്തി. ഇന്ത്യ മൌറീഷ്യസ് പങ്കാളിത്തത്തിൽ മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വെടിനിർത്തൽ സംബന്ധിച്ച് ലബനനുമായി നേരിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കാൻ മന്ത്രിസഭയ്ക്ക് നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. സുസ്ഥിര ആരോഗ്യത്തിന് ഹോമിയോപ്പതി എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോക ഹോമിയോപ്പതി ദിനം. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു.
തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.